ഹായ് ഫ്രണ്ട്സ്, സോഷ്യൽ ബേസിലേക്ക് സ്വാഗതം. ഇന്ന് പറയാനുള്ളത് ആലപ്പുഴ ജിംഖാനെ കുറിച്ചാണ്. സത്യം പറയാലോ, ഈ ആഴ്ച ഇറങ്ങിയ കുറച്ച് പാഴ് സിനിമകളുടെ കൂട്ടത്തിൽ കിടുക്കാച്ചിട്ട് പടം എന്നുള്ള ഫീലിംഗ് ആണ് എനിക്കും. ഇന്നലെ രാത്രി ഞാൻ വൈഫ് ഒരുമിച്ചാണ് കണ്ടത്. സൂപ്പർബ് എക്സ്പീരിയൻസ്. നമ്മൾ അത്രയും സമയം കടന്നു പോകുന്ന അറിയാൻ മേലാത്ത ടൈപ്പുള്ള എക്സ്പീരിയൻസ്. ഖാലിദ് റഹ്മാൻ പോലെ ഒരു കിടുക്കാച്ചി ഡയറക്ടർ, അതായത് ചെയ്തതെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന, തുടങ്ങുന്നതെല്ലാം നല്ലതിൽ കൊണ്ടെത്തിക്കുന്ന, അല്ല അയാൾ തൊട്ടൊന്നും മോശമായിട്ടില്ല, അതുപോലത്തെ ലെവലുണ്ട്. ഒരു ഭയങ്കര കാലിബറുള്ള ഒരു സംവിധായകൻ, നസ്ലിനെ പോലത്തെ ഒരാളെ, ഒരു സ്റ്റാർഡത്തിലോട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ മൂവിയാണ് ആലപ്പുഴ ജിംഖാന. നിങ്ങൾക്ക് ഒരിക്കലും ഇതിനകത്ത് മൊറാലിറ്റിയോ പ്രകൃതിയോ അങ്ങനത്തെ ഇത് എടുത്തു പറയാൻ കാര്യം, കുറേ ആൾക്കാർ മൊറാലിറ്റി പ്രതീക്ഷിച്ചും സമൂഹത്തിന് മൊറാൽ കൊടുക്കണം, നിങ്ങൾ ഉപദേശങ്ങൾ കൊടുക്കണം, നല്ലതിലേക്ക് സമൂഹത്തെ വളർത്തണം, ജനറേഷനെ ഉദ്ധരിക്കണം എന്നൊക്കെ പറയാൻ നടക്കുന്ന ടീമുകളുണ്ട്. എന്നാൽ അവരങ്ങനത്തെ ഒരു ചട്ട് നീട്ടേണ്ട ആവശ്യമില്ല. ആ ഒരു കലയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കൊരു റിലാക്സിങ് ആയിട്ട്, എൻജോയിങ് ആയിട്ട് കാണാൻ വേണ്ടിയാണ് നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നതെങ്കിൽ, അതാണ് നിങ്ങൾക്ക് സിനിമ എന്നുള്ള ലക്ഷ്യമെങ്കിൽ, തീർച്ചയായിട്ടും ഈ പടം ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ബസൂക്ക മിനിയാന്ന് പോയി കണ്ടതിൻ്റെ ആഘാതം ഇപ്പോഴും ഞങ്ങളെ വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് ഇതിന് എടുത്തു പറയുന്നു. തീർച്ചയായിട്ടും കോടികളുടെ പണപ്പെരുപ്പോ, നിങ്ങളുടെ എഫേർട്ടോ, നിങ്ങളുടെ സ്റ്റാർഡമിൻ്റെ വലിപ്പമോ, നിങ്ങൾക്ക് ആരാധകരുടെ, നിങ്ങളുടെ ഫാൻ ബേസിൻ്റെ മാത്രം ഉണ്ടെന്നുള്ളതൊന്നും അല്ല ഒരു ജനറേഷനെ തിയേറ്ററിലേക്ക് വലിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? ആർ യു ഇമോഷണലി കണക്റ്റഡ്? ആർ യു ഇമോഷണലി സാറ്റിസ്ഫൈഡ്? നിങ്ങൾക്ക് എവിടേക്കോ ഇത് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കഥയായിട്ട് തോന്നുന്നുണ്ടോ? ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞ ആ സംവിധായകൻ്റെ കാലിബറിനെ കുറിച്ചും അയാളുടെ റേഞ്ച് എന്തുമാത്രമുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അനുരാഗക്കരിക്കും വെള്ളം, ഉണ്ട, തല്ലുമാല, ലവ്, അത് കഴിഞ്ഞ് 5ാമത്തെ സിനിമയാണിത്. ഒരെണ്ണത്തിൽ പോലും അയാൾ ആവർത്തിക്കപ്പെടുന്നില്ല. അയാൾ ഉപയോഗിക്കുന്ന സങ്കേതങ്ങൾ ആവർത്തിക്കപ്പെടുന്നില്ല. അയാളുടെ സ്റ്റൈൽ ഓഫ് ഡെലിവറി ഒരിക്കലും നമുക്ക് മാറുന്നില്ല. അയാളുടെ ആർട്ട് വർക്ക് എപ്പോഴും യുണീക്കാണ്. അയാളുടെ സ്ക്രിപ്റ്റിനകത്ത് എപ്പോഴും അയാളുടേതായിട്ടുള്ള സ്റ്റൈൽ, സിഗ്നേച്ചർ ഉണ്ട് അയാൾക്ക്. ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന സംവിധായകൻ, നമ്മളൊരു കാലത്ത് ഫാസിലിറ്റിയൊക്കെ സിനിമകളിൽ പറയുന്ന പോലെ, അല്ലെങ്കിൽ ലോഹിദാസിന് തിരക്കഥ എന്ന് പറയുന്ന പോലെ, ഇറ്റ്സ് മൂവീസ് ഡയറക്ടേഴ്സ് ആർട്ട് എന്ന് പറയുന്ന സ്റ്റൈലിൽ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ കഴിയുന്നുണ്ട്. തല്ലുമാല മുതൽ പുള്ളിയെ അംഗീകരിക്കാത്തവരില്ല എന്നൊരു ലെവലിലോട്ടെത്തി. തല്ലുമാല എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, ഞാൻ അംഗീകരിക്കുന്നു. കയ്യോടുകൂടി ഫാമിലി പ്രേക്ഷകർ സ്വീകരിച്ച കഥയൊന്നും അല്ല തല്ലുമാല. ബട്ട് സ്റ്റിൽ അതിനൊരു യുണീക്നെസ് ഉണ്ടായിരുന്നു. മലയാളം കാണാത്ത, മലയാളത്തെ കൊണ്ടുവരാൻ കഴിയാൻ ഒരു യുണീക്നെസ് അതിനുണ്ടായിരുന്നു, ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് നിങ്ങൾക്ക് ചേരാതിരിക്കാം, അപ് ടു യു. ബട്ട് സ്റ്റിൽ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. എനിക്കിഷ്ടമായിരുന്നത് ഈ ടൈപ്പിലുള്ള ഒരു 35 വയസ്സ് കൊണ്ട് ഇങ്ങനൊരു കരിയർ ഗ്രാഫ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞൊരു സംവിധായകനെ സംബന്ധിച്ച് ഒത്തിരിയേറെ പ്രതീക്ഷകളോടെയാണ് ഈ പടം ആൾക്കാർ തിയേറ്ററിൽ കണ്ടത്. ഒത്തിരി എനിക്കറിയുന്ന കൂട്ടുകാർ കൂടി എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഫസ്റ്റ് ഡേ 4 സിനിമ ഒരുമിച്ച് റിലീസ്, എന്തിനാണ് ബസൂക്ക കാണാൻ പോയത്? ഉറപ്പായിട്ടും ബമ്പർ ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉള്ള പടമല്ലേ ഈ ഖാലിദ് റഹ്മാൻ്റെ പടം എന്ന്. ഖാലിദ് റഹ്മാൻ്റെ പടം എന്നാണ് അറിയപ്പെടുന്നത്, അല്ലാതെ ആലപ്പുഴ ജിംഖാന എന്ന നസ്ലിൻ്റെ പടം എന്നല്ലത് പറഞ്ഞത്. അവിടെയാണ് ഇതിൻ്റെ പോയിന്റ് കിടക്കുന്നത്. അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു പടം, എന്നിട്ട് പോലും ഞാൻ മമ്മൂട്ടിയെ പ്രതീക്ഷിച്ച് ബസൂക്ക കാണാൻ പോയി. എൻ്റെ പിഴ മിയാ കുൾപ്പ. ബട്ട് എനിവേ, ലെറ്റ്സ് കം ബാക്ക് ടു ദി ടോപ്പിക്. ജിംഖാന എന്ന് പറയുന്നത്, പുള്ളി കഥ പറഞ്ഞു കഴിഞ്ഞു. ബിഹൈൻഡ് ദ വുഡ്സിനകത്തെ ഇൻ്റർവ്യൂവിനകത്ത് പുള്ളി ഒരു ഒട്ടും പ്രതീക്ഷിക്കപ്പെടാത്ത രീതിയിൽ, ആൾക്കാർക്കൊരു ഷോക്ക് കൊടുക്കുന്ന രീതിയിൽ ആ സിനിമയുടെ കഥ വിതിൻ സെക്കൻഡ്സ് കൊണ്ട് പറഞ്ഞു കളഞ്ഞു. ഓർക്കുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് ബസൂക്ക ആയിക്കോട്ടെ, എമ്പുരാനായിക്കോട്ടെ, ഏത് പടവും ആയിക്കോട്ടെ, എന്തോ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഉണ്ടാക്കി വെക്കുന്ന സാധനത്തിന് ഡെലിവറി നിങ്ങൾ കാണും കേട്ടോ എന്ന് പറയുന്നത്, ഇല്ലാത്തത് കൂടെ ഒളിപ്പിച്ച് വെച്ച് കഥയുടെ സൂക്ഷ്മമായിട്ടുള്ള ഒരംശത്തെയും വെളിയിൽ കൊടുക്കാതെ, ഒരു സ്റ്റിൽസ് പോലും വെളിയിൽ കൊടുക്കാതെ, അത്ര ഭയങ്കര ക്ലീൻ കട്ടായിട്ട് സൂക്ഷിച്ച്, വലിയ വോൾട്ടിൽ സൂക്ഷിച്ചിട്ട് ഡെലിവറി ചെയ്യുന്ന സ്റ്റൈലിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സിനിമയാണ് ഇന്നത്തേത്. അതായത് ധൈര്യമില്ല, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്തുവാന്ന് സ്വയം ഉറപ്പില്ല. ഈ മാർക്കറ്റിംഗ് ഗിമ്മിക്ക് കൊണ്ട് മാത്രം ആളെ വിളിച്ച് കയറ്റും. 3 ദിവസം കൊണ്ട് പടം പൊളിഞ്ഞ് താഴെപ്പോ. ഇതാണ് സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത്. അവിടാണ് ഒരു സംവിധായകൻ കഥ കേൾക്കണം, കഥ പറയാമല്ലോ. നാട്ടിൽ ആലപ്പുഴ കിടന്നുകൊണ്ട് +2 പോലും പാസ്സാകാത്ത 4 പിള്ളേർ കൂടി, തല്ലുപിടിച്ച് നടക്കുന്ന 4 പിള്ളേർ കൂടി ബോക്സിംഗ് പഠിക്കാൻ പോവുകയും ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും എറണാകുളത്ത് വന്ന് കൊച്ചി വന്ന് ഇഷ്ടംപോലെ മേലാസര ഇടി കൊണ്ട് തൂറി തിരിച്ചു പോകുന്നൊരു കഥ. പടം കഴിഞ്ഞ് ഇത്രയുള്ള അതിൻ്റെ കഥ ഇതായിരുന്നു. പുള്ളി പറഞ്ഞ അണ്ണുവിട മാറ്റില്ല കേട്ടോ, അണ്ണുവിട മാറ്റില്ല, അതാണ് അതിൻ്റെ കഥ. ഐ ഫീൽ ഹാപ്പി അബൌട്ട് ദ മൂവി ആൻഡ് ഓഫ് കോഴ്സ് യു ഡിസേർവ് കുഡോസ് ആൻഡ് ഓഫ് കോഴ്സ് യു ഡിസേർവ് സംതിങ്, എ നെക്സ്റ്റ് ക്രോൺ ഓഫ് ദ ഇൻഡസ്ട്രി. അതാണ് പറയേണ്ടത്. അത് അയാളുടെ സിഗ്നേച്ചറാണ്. ആ ഒരു മേക്ക് ഓവർ ആയിക്കോട്ടെ, ആ സ്റ്റൈലിഷ് സ്റ്റൈലിഷ് ക്രിയേഷൻ ആയിക്കോട്ടെ, ക്യാമറ വർക്ക് ആയിക്കോട്ടെ, ജിംഷി ഖാലിദ് മനോഹരം, അയാളാണ് ക്യാമറ. അതുപോലെ വിഷ്ണു വിജയൻ്റെ മ്യൂസിക്. പാട്ടുകളൊന്നും നമ്മൾ ഈ പഞ്ചാരപ്പഞ്ച് എന്നുള്ള പാട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന കൂടിയില്ല. അങ്ങനെ പാട്ട് അതിനകത്ത് വന്നു പോകും, നമ്മൾ അറിയുന്നില്ല. അതാണ് അതിൻ്റെ സിങ്ക് ഞാൻ പറഞ്ഞത്. പാട്ട് നടക്കുന്നുണ്ട് സൈഡിൽ കൂടെ. അതായത് ഒരു പാട്ടിൻ്റെ ആക്ഷൻ സീക്വൻസിൽ ആ പാട്ടിൻ്റെ കൊറിയോഗ്രാഫി തീർന്നു കഴിയുമ്പോഴത്തേനും, നമ്മൾ പഴയ ദിലീപിൻ്റെ ഒക്കെ പടത്തിനകത്താണെന്നല്ലോ, ഒരു ഘട്ടം ആൾക്കാർ ചുറ്റും കൂടി നിൽക്കുന്നു, അവരുടെ കൂടി ഡാൻസ് കളിക്കുന്നു, എവിടെ നിന്നൊക്കെ ആരൊക്കെ വരുന്നു, ട്രാഫിക് പോലീസുകാരും വരെ ഡാൻസ് കളിക്കുന്നു. എല്ലാവരുടെ കഴിഞ്ഞിട്ട് പടം കഴിഞ്ഞ് ആ സീൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവൻ
ഒരു തേങ്ങ അറിയാൻ പറ്റാത്ത ബോക്സിനെ കുറിച്ച് അറിയാൻ പറ്റാത്ത ഇവൻ വലിയ ബോക്സറായി മാറുന്നു. പിന്നെ അവൻ എല്ലാവരും ഇടിച്ചിടുന്നു. ഇതൊക്കെയാണ് പഴയ പടങ്ങളുടെ ക്ലീഷേ സ്റ്റൈൽ. ഇതിലതൊന്നുമില്ല. ഇതിലൊന്നുമില്ല. പാട്ട് വന്നത് നമ്മൾ അറിഞ്ഞില്ല. പാട്ട് വന്ന് എങ്ങോട്ടോ പോയി. ഇൻ്റർവെല്ലാകുമ്പോഴാണ് തലപൊക്കി തോന്നുന്നത്, ഇൻ്റർവെല്ലായോ എന്ന് നമ്മൾ തലപൊക്കി തോന്നുന്നത്. അത്രമാത്രം ബ്യൂട്ടിഫുള്ളായിട്ട് സിങ്ക് ചെയ്ത സീനുകൾ, സിങ്ക് ചെയ്ത തിരക്കഥ, മനോഹരമായിട്ട് തിരക്കഥയുണ്ട്. എടുത്തു പറയേണ്ടത് എനിക്ക് ഗണപതി അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇമോഷണലി അതിനകത്ത് ടച്ച് ആകാൻ നമുക്ക് ഈ നസ്ലിനെ പോലും നമുക്ക് അങ്ങനെ വലിയായിട്ട് ടച്ച് ചെയ്യാൻ തോന്നത്തില്ല. നസ്ലിനൊരു അവൻ്റെ POV ആണ്, അവൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് കഥ തുടങ്ങുന്നത്. അവൻ അന്തരീക്ഷത്തിലേക്ക് പാനപാത്രം, ഇതെൻ്റെ ശരീരവും രക്തവുമാകുന്നു എന്ന് പറഞ്ഞാൽ കത്തോലിക്കരുടെ ക്രിസ്തുവിൻ്റെ ബോഡി ആൻഡ് ബ്ലഡ് വാഴ്ത്തുന്നൊരു ചടങ്ങുണ്ട് കുർബാനയ്ക്കകത്ത്. അത്തരം ഒരു സാധനം ഇട്ടിട്ട് നാടൻ കള്ളെല്ലാവർക്കും വിളമ്പിക്കൊണ്ട് തോറ്റാലും ജയിച്ചാലും നമ്മൾ ആഘോഷിക്കും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇമേജറി. നമ്മൾ പുതിയ തലമുറയുടെ ഒരു ഇമേജറി കാണിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നത്, അതായത് എന്ത് സംഭവിച്ചാലും ജീവിതത്തെ ഫേസ് ചെയ്യുക, നഷ്ടങ്ങൾക്കകത്ത് കരയരുത്, സന്തോഷങ്ങൾക്കകത്ത് അധികം സന്തോഷിക്കരുത്, ബട്ട് വി വിൽ ഫേസ് ഇറ്റ് എന്നുള്ളൊരു ഇമേജറിയും കൊണ്ട് തുടങ്ങുന്ന പടം. അതാണ് അവൻ്റെ ലൈഫ്. അത്ര ടോക്സിക് ആയിട്ടുള്ള പേരൻറ്റിങ്ങും അല്ല കാണിക്കുന്നത് കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. അവനെ മനസ്സിലാകുന്നുണ്ട് വീട്ടുകാർക്ക്, കുറച്ചൊക്കെ കിടന്ന് അലയ്ക്കുന്നുണ്ടെങ്കിലും അവനെ മനസ്സിലാക്കുന്ന വീട്ടുകാരും. അവൻ +2 തോറ്റു, കൂട്ടത്തിൽ ഒരുത്തൻ മാത്രം ജയിച്ചു. യെസ്, വി റിലേറ്റ് ദാറ്റ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ 5 പേര് ഇരിക്കുന്ന ഗ്രൂപ്പിനകത്ത് 5 പേരും തോറ്റ ഒരു കുഴപ്പമില്ല, വാവ് സന്തോഷമുള്ള സന്തോഷം. പക്ഷെ അതിൽ ഒരുത്തൻ ജയിച്ചോ നമുക്ക് കൊള്ളും, നമുക്ക് വിഷമിക്കും. അസൂയെന്ന് മാത്രമല്ല ആ ഒരു ഫീലിങ്ങിനെ പറയട്ടെ, എന്തൊക്കെയോ ഒരു ഫീലിങ്ങാണത്. അതാണ് ആദ്യത്തെ ആ ഓപ്പണിംഗ് സീക്വൻസ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇവർ തീരുമാനിക്കുകയാണ്, ഒരു കോളേജ് ചേരണമല്ലോ, മുമ്പോട്ട് പഠിക്കണമല്ലോ. അപ്പോൾ അളിയനിങ്ങനെ ഇങ്ങനെ പതുക്കെ ചുറ്റിക്കളിയൊക്കെ ആയിട്ട് നിൽക്കുന്നത്, കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ലൈനുകൾ വലിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരുത്തൻ തീരുമാനിക്കുകയാണ്, ഇനി മുമ്പോട്ട് അടുത്തൊരു കോഴ്സ് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് വേണം. അപ്പോൾ ഗ്രേസ് മാർക്കിന് ബോക്സിങ് പഠിക്കാം. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ആ ബോക്സിങ് പഠിക്കാമെന്ന് തീരുമാനിക്കുന്ന കുറച്ച് കാരണങ്ങൾ. അങ്ങനെ ഇവരെല്ലാവരുടെ കൂടി ഇവർ ബോക്സിങ് പഠിക്കാനായിട്ട് ആലപ്പുഴ വിമാന എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലുന്നു. അവിടെ ജോൺസൺ ജോഷ്വ എന്ന് പറയുന്ന ഒരു നാഷണൽ ലെവൽ വരെ എത്തിയിരുന്ന, ഇവിടുന്ന് തന്നെ കയറിപ്പോയ ഒരു സ്റ്റുഡൻറ്റ്, അതാണ് ലുക്മാൻ അവറാൻ. അവൻ ഇവരെ പഠിപ്പിക്കാനായിട്ട് കോച്ചായിട്ട് എത്തുന്നു. ഇത്രയേ ഉള്ളൂ കഥ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവർ ഓരോരോ മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര ടൈറ്റ് തിരക്കഥയൊന്നുമല്ല. നമുക്കിങ്ങനെ കണ്ടിരിക്കാം, പക്ഷേ തമാശ ഇഷ്ടം പോലെ നമുക്ക് ചിരിക്കാം, നമുക്ക് ഊറിച്ചിരിക്കാനും ഉറക്കച്ചിരിക്കാനൊക്കെ തോന്നുന്നു. കുറേയേറെ തമാശകൾ, കുറേയേറെ മൊമെൻറ്റുകളുണ്ട്. ഇവർ തമ്മിലുള്ള കുറേ കൊടുക്കൽ വാങ്ങൽ തർക്കങ്ങളുണ്ട്, കുറേ കൗണ്ടർ പീസുകളുണ്ട്. പക്ഷേ അവരടുത്ത് പോലും നമുക്ക് ചെടിക്കത്തില്ല. അതായത് ഇതൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ മികവ്. നമ്മൾ പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് മുഴുവൻ നമ്മൾ കാണുന്നത് ഏതാണ്ട് റിങ് തന്നെയാണ്. ഈ സ്റ്റേറ്റ് ലെവലിൽ കളിക്കുന്ന ബോക്സിങ് റിങ്ങിൻ്റെ പല വേർഷൻസ്, പല ആക്ഷൻസ്. ഈ ബോക്സിങ് കണ്ടു. ഒന്നാമത് ഈ ബോക്സിങ് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാർ, WWE ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കണ്ടിരിക്കാൻ പറ്റും. അല്ലാത്തതിനെ സംബന്ധിച്ച് ഇത് കുറേ നേരം കണ്ടു കഴിയുമ്പോൾ എന്തോന്ന് ഇത് ഇത്തിരി ക്രൂരമായ ഒരു അവസ്ഥയല്ലേ എന്ന് നമുക്ക് തോന്നുന്ന ഒരിതുണ്ട്. പക്ഷെ അത് തോന്നിക്കാതെ, നിങ്ങൾക്ക് ചെടിപ്പ് തോന്നിപ്പിക്കാതെ, ഇതിനകത്തെ ക്രൂരത തോന്നിപ്പിക്കാതെ, ഈ ഓവർ കളർ റിച്ചായിട്ട് ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന അന്തരീക്ഷമാണ് ഈ ബോക്സിംഗ് റിംഗ് എന്ന് പറഞ്ഞത്. അതിനകത്തൊന്നും നിങ്ങൾക്കൊന്നും ഓവറായിട്ട് തോന്നത്തില്ല. ഒരു സ്ട്രോബ് ലൈറ്റ് ഫേസ് ചെയ്യുന്നതായിട്ടോ, ലെൻസ് നിങ്ങളുടെ മുകളിൽ ലൈറ്റുകൾ വേറെ ഫ്ലെയർ അപ്പ് ചെയ്യുന്നതായിട്ടോ ഒന്നും നിങ്ങൾക്ക് തോന്നാത്ത വണ്ണം മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോക്സിംഗ് കൊറിയോഗ്രഫി. അതാണ് ശരിക്കും സെക്കൻഡ് ഹാഫ് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് കണ്ടിരിക്കാൻ തോന്നും. അവൻ്റെ വിഷമങ്ങൾ, അവർ ഓരോരുത്തരും അതിനകത്ത് ഓരോരുത്തരും തോറ്റുപോകുന്ന കഥകളാണ് കൂടുതലും. ജയിക്കുന്നതിനേക്കാളും കൂടി തോറ്റുപോകുന്ന കഥകളാണ്. പക്ഷേ കുഞ്ഞു ടെസ്റ്റുകൾ, ആ കുഞ്ഞു ടെസ്റ്റുകൾക്ക് ഇവരുടെ തമാശകൾ. ഇവർ പേരുണ്ടാക്കാൻ വേണ്ടി, ഇവർക്ക് പേരില്ല, ഇവർ സാധാരണപ്പെട്ട പിള്ളേരാണ്. അപ്പോൾ ഇവർക്ക് പേരുണ്ടാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത്, സ്വന്തം ടീമിൻ്റെ കൂടെ കൂടാതെ സ്വന്തമായിട്ട് ടീമായി നിൽക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ കുറേ സില്ലി മാറ്റേഴ്സ്. ഇവിടെ ഓരോ സില്ലി മാറ്ററും യു വിൽ എൻജോയ്. ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്തു ഇങ്ങനൊരു പടം. നമുക്ക് ബോക്സിംഗ് എന്ന് പറഞ്ഞ കലയെക്കുറിച്ച് ഒരു തേങ്ങ അറിയാൻ മേലത്തിന് വരെ ഇതിങ്ങനെ വെക്കുന്ന പോയിൻ്റ് ആണെന്നും, ഇങ്ങനെ ഓരോരോ കിക്കുകളുടെ പഞ്ചുകളുടെ പേരുകളും ഹുക്കുകളും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ സാധാരണ പ്രേക്ഷകന് മാനസ്സിലാകുന്ന ലെവലിലോട്ട് അവർ എത്തിച്ചെടുത്തു. അല്ലാതെ ആദ്യമേ ഒരു ടെർമിനോളജി കൊണ്ടുവരും, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നവർ ചെയ്തിട്ടില്ല. പിന്നെ വേറൊരെണ്ണമാണ്, ഈ വന്ന പിള്ളേരുകളെല്ലാം നല്ല കട്ട ഫിസിക്കാണ്. പ്രത്യേകിച്ചും ഗണപതി സൂപ്പർ ഗണപതി. ഇവൻ നസ്ലിനും ചെയ്തിരിക്കുന്ന മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയറായിട്ട്, അതായത് ഓരോ സീനിയർ ഷർട്ട് വരുമ്പോൾ പോലും വാവ് എന്ന് നമുക്ക് തോന്നുന്ന ലെവലിൻ്റെ സാധനം. പക്ഷേ ഈ ഷർട്ട് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. സൽമാൻ ഖാൻ്റെ പടങ്ങൾ നോക്കിയാൽ മതി, ഷർട്ട് ഊരി കഴിഞ്ഞാൽ പിന്നെ ആ പ്രേക്ഷകരുടെ ശ്രദ്ധ മൊത്തം ഈ നമ്മുടെ കാണുന്ന ബോഡിയിലോട്ട് പോകും. അതാണാണെങ്കിലും പെണ്ണാണല്ലോ, അതങ്ങനെ. പക്ഷേ അതൊരു അതിർവരമ്പാണ്. ബി കെയർഫുൾ. ആ അതിർവരമ്പിട്ട് പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ സൽമാൻ ഖാൻ്റെ പടമായി എൻ്റെ തല, എൻ്റെ ഫിഗർ, എൻ്റെ മസിൽ, ഇത് മാത്രം കാണിക്കുന്ന ലെവലിലോട്ടായി പോകും. അവിടെ അതാകാതെ നമ്മൾ അറിയുന്ന പോലില്ല. ഈ പെൺപിള്ളേരുടെ കുറച്ച് വസ്ത്രങ്ങളെ അവരുടെ ദേഹത്തുള്ളുന്ന പോലും നമ്മൾ ശ്രദ്ധിക്കാത്ത വണ്ണം വളരെ ക്ലീനായിട്ട് നമ്മളെ അതിലോട്ട് ടൈറ്റ് ചെയ്തിരുത്താനായിട്ട് ഈ പടത്തിന് പറ്റുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. സ്ക്രിപ്റ്റിൻ്റെ മിടുക്കല്ലത്, അതൊരു സംവിധായകൻ്റെ മിടുക്കാണ്. പിന്നെ ടെക്നിക്കൽ സൈഡ് ഒന്നും പറയാനില്ല. ഐ ഫീൽ ഹാപ്പി അബൌട്ട് ഇറ്റ്. നിങ്ങൾ കണ്ടു നോക്കുക. എനിക്കതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാൻ മാത്രം ഒന്നും, ലൈറ്റിംഗ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, ഒന്നും നമുക്ക് മോശമെന്ന് പറയാനായിട്ട് ഒന്നും എനിക്ക് തോന്നിയില്ല. പല സീനുകളും
ചിലതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനുകൾ കമ്പോസ് ചെയ്തിരിക്കുന്ന അതിമനോഹരമായ സീനുകളുമുണ്ട്. ഗണപതിയാണ് അതിനകത്ത് ഈ നസ്രിനേക്കാളിലും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നുന്ന കഥാപാത്രം എന്ന് ഞാൻ എടുത്തു പറയുന്നു. പിന്നെ ലുക്മാൻ അമറാൻ, നിങ്ങൾക്കറിയാം ഏത് പടത്തിനകത്ത് നല്ലൊരു സംവിധായകൻ്റെ കിട്ടിയോ ഇയാൾ നല്ല കിടുക്കൻ കാലിബറുള്ള ഒരുതരം ഉരുക്ക് മനുഷ്യൻ. നമ്മുടെ സിനിമയ്ക്ക് ഹിന്ദി സിനിമയ്ക്കകത്തേക്ക് വലിയ ക്ലാസ് ആയിട്ടില്ല. ഇപ്പോൾ പ്രകാശ് രാജിന് ക്ലാസ് ആയിട്ടുള്ള പ്രകാശ് രാജ്, കൂതറ തെലുങ്ക് സിനിമയ്ക്കകത്തെ വില്ലൻ പ്രകാശ് രാജല്ല, ക്ലാസ് ആയിട്ടുള്ള പ്രകാശ് രാജ്, ഓംപുരി, അങ്ങനത്തെ ടൈപ്പിലുള്ളൊരു ക്യാരക്ടറിനോട് മാച്ച് ചെയ്യുന്ന എന്തോ ഒന്ന് അയാളിലുണ്ട്. അയാളുടെ പെരുമാറ്റത്തിൽ അയാൾ ഇടപെടുന്നതിനകത്തുണ്ട്. അതെല്ലാ പടങ്ങൾക്കും അതോട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂറയായിട്ടുള്ള പടങ്ങളില്ലെന്നല്ല പറയുന്നത്. പക്ഷേ ലുക്മാൻ അമറാൻ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അയാൾക്ക് നാളെ ഒരു ഫ്യൂച്ചറുണ്ട് തീർച്ചയായിട്ടും. അയാളൊരു ഭാവി തിലകനൊക്കെ ആരും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അതാകാൻ ചാൻസ് ഉള്ള ഒരു മനുഷ്യനാണത്. അതുപോലെ ഒരുത്തനാണ് ഗണപതി എന്നല്ലേ പുള്ളിയുടെ പേരെന്ന്, എൻ്റെ വിശ്വാസം ഗണപതി എന്നാണ് പുള്ളിയുടെ പേരെന്നാണ്. അതും ഒരു കിടുക്ക സാധനമാണ് കേട്ടോ. അവൻ്റെ ലുക്കേ മാറി. അവൻ എന്നാ ബ്യൂട്ടിഫുൾ, അവനെ ഹാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നാ സൗന്ദര്യം. അതുപോലെ സൗന്ദര്യം മാത്രമല്ല, ഇപ്പോൾ സൗന്ദര്യം മാത്രമായിട്ട് പൊട്ടനായപ്പോൾ ഒത്തിരി പേരുണ്ട് നമ്മുടെ സിനിമയ്ക്കകത്ത്. പക്ഷേ ഇത് സൗന്ദര്യം മാത്രമല്ല, വളരെ കിടുക്കനായിട്ടുള്ള ഡയലോഗ് ഡെലിവറി, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ സട്ടിലായിട്ടുള്ള പ്ലാൻഡ് മൂവ്മെൻറ്റ്സ്, പ്ലാൻഡ് ആയിട്ടുള്ള ആക്ഷനാണ് പറ്റിയത്. അവനും മലയാള സിനിമയ്ക്കകത്ത് അവൻ്റെ സ്വന്തമായിട്ടൊരു ഇടം കണ്ടെത്തും, ഉറപ്പാണ്. അടുത്ത താര ഗ്രൂപ്പിനകത്ത് അവനൊരു ഗ്രൂപ്പ് അതിൻ്റെ ഒരു ഭാഗമായിരിക്കും അവൻ. പിന്നെ ബേബി ജീൻ സ്ക്രീൻ പ്രസൻസ് അടിപൊളി കേട്ടോ. എനിക്ക് ഈ വേടനെ പോലത്തെ ആൾക്കാരൊക്കെ ഇഷ്ടമാണ് റാപ്പിനകത്ത്. പക്ഷേ ബേബി ജീൻ എനിക്ക് അങ്ങനെ അങ്ങനെ കൈയടിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള എനിക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ലാത്ത ഒരാളാണ് ബേബി ജീൻ. പക്ഷേ ഈ പടത്തിനകത്ത് അടിയും പിടിയൊന്നും പുള്ളി ചെയ്യുന്നതല്ല പുള്ളിയത്, ഒറ്റ ഒരു അടിയേ പുള്ളി ചെയ്യുന്നുള്ളൂ. അത് കിടുവാണ്, നമ്മൾ കൈയടിക്കും. പക്ഷേ അവൻ്റെ സ്ക്രീൻ പ്രസൻസ് അടിപൊളിയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ നിൽക്കുന്നൊരു സാധനമുണ്ട്, DJ എന്ന് പറയുന്നത് നിൽക്കുന്നൊരു സാധനമുണ്ട്. അത് സപ്പോസ് സെറ്റപ്പ്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ബേബി ജീന് മിക്കവാറ് മലയാള സിനിമയുടെ ഭാഗമായിട്ട് കുറേ കാലം ഇങ്ങനെ ഓടാം. അത് കാണാൻ ചാൻസ് ഉണ്ട്. ഈ നോയില ഫാൻസ് ഞാൻ പറഞ്ഞു, അത് എൽസ വരെ പറഞ്ഞു. ആ പെങ്കുച്ച് കൊള്ളാലോ, എന്ത് മനോഹരമായിട്ട് അഭിനയിക്കുന്നു, എന്ത് കാണാനും ക്യൂട്ട്, ബ്യൂട്ടിഫുൾ, നമുക്ക് ഇഷ്ടം തോന്നുന്ന. എന്നാൽ പ്രത്യേകിച്ച് ഈ കിസ്സുകളെക്കുറിച്ച് പറഞ്ഞൊരു സീനുണ്ട്, പലയിനം കിസ്സുകൾ. കിസ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് എന്നവൾ പറഞ്ഞിട്ട് ഈ നസ്രിന് ഉമ്മ കൊടുക്കുന്നൊരു സീനുണ്ട്. അടിപൊളി കേട്ടോ. നമുക്കൊരിക്കലും അതിനകത്ത് വേറൊന്നും തോന്നില്ല. വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ കുഞ്ഞൊരു മൊമെൻറ്റ്, പക്ഷേ അവൾ കിടുവായിട്ടത് ചെയ്തു, നന്നായിരുന്നു. തീർച്ചയായിട്ടും കൂടുതൽ പടങ്ങളെ കാണട്ടെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് ആകെ ടോട്ടൽ മനസ്സിലായത് ഈ സിനിമ ഒത്തിരി കാര്യങ്ങളെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഒരു മോറൽ സൈഡിൽ നിന്ന് പറയണം, ഒത്തിരി കാര്യങ്ങളെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്ന വസ്തുവാണ്, നമ്മൾ ഇച്ചിരി കറുത്തവനാണ്, ബ്ലാക്ക്, നമ്മൾ ഇച്ചിരി ഓവർ വെളുപ്പ് കൂടിയാണ്, വെളുത്ത ഇച്ചിരി പൊക്കം കൂടുതലാണ്, അപ്പം വലുത് അല്ലെങ്കിൽ ചെറുത്. ഇത് വളരെ നോർമലായിട്ട് വിളിക്കുന്നൊരു സാധനമാണ്. ഞങ്ങളുടെ തലമുറ ഈ കഴിഞ്ഞൊരു 3 വർഷം മുമ്പ് വരെ പോലും ഞങ്ങളുടെ കൂട്ടുകാർ പലരും അങ്ങോട്ടോട്ട് സംഭാവന ചെയ്തിട്ട് സാധനങ്ങൾ ഇതൊക്കെ ചെറുത് വലുത് എന്ന് പറയുന്ന സാധനം ഇതിനകത്തതുണ്ട്. അത് ബ്രേക്ക് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്. ചെറുതെന്ന് വിളിക്കപ്പെടുന്ന ഒരുത്തൻ പെർഫോം ചെയ്യുന്നൊരു സ്ഥലത്ത് വെച്ച് അവൻ പറയുന്നൊരു വാചകമുണ്ട്, വലിപ്പം കൂടിക്കൊണ്ട് മാത്രം വലുതാകുകയല്ല എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. ഇറ്റ്സ് എ ബ്രേക്ക് ത്രൂ. അത് ഒത്തിരി കാര്യങ്ങൾക്കകത്ത് ന്യൂജൻ നമ്മോട് പറയാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളെ പൊടിയെന്നോ MDMA എന്നോ എന്ത് കോപ്പെന്ന് വേണം വിളിച്ചു, ബട്ട് ഞങ്ങൾ കുറച്ചൊരു ന്യൂനപക്ഷത്തെ കണ്ടുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കാതെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് ന്യൂജൻ ഇച്ചിരി അമ്മാവൻ വസ്തുവായിട്ടുള്ള നമ്മളെപ്പോലെയോ നമ്മൾക്ക് മുകളിലുള്ള ആൾക്കാരോട് പറയാൻ ശ്രമിക്കുന്നൊരു പോയിൻ്റായിട്ട് എനിക്ക് സിനിമയ്ക്കകത്ത് ഒത്തിരി പോയിന്റുകൾ തോന്നി. ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. എനിക്കതിനകത്ത് ഒരിക്കലും മോശം തോന്നില്ല. അതാണ് റിയാലിറ്റി, അതാണ് അവർ പറഞ്ഞാണ് റിയാലിറ്റി. തിയേറ്ററിൽ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തല്ലുമാല തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ OTTക്കകത്ത് തല്ലുമാല കണ്ടപ്പോൾ അയ്യോ ഇത് തിയേറ്ററിൽ കാണണ്ടായിരുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഐ സ്ട്രോങ്ലി സജസ്റ്റ് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം. കാരണം അതിനുള്ളതുകൊണ്ട് ആ പടം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിഞ്ച് വാച്ച് പോലെ ഏത് പടം കണ്ടാലും ഞങ്ങൾക്ക് പടം കണ്ടാൽ മതി, അതിൻ്റെ തമാശ ഉണ്ടോ കണ്ടിരിക്കണം, അങ്ങനത്തെ ടൈപ്പ് മനുഷ്യനാണ് നിങ്ങളെങ്കിൽ OTTക്കകത്തോ TVക്കകത്ത് വരുമ്പോഴേ കണ്ടാൽ ധാരാളം മതി, ഒരു കുഴപ്പമില്ല. പക്ഷേ പടം കാണണം. ഈ കാണാതിരിക്കരുത് ഈ പടം, ഇത് മിസ്സാക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നില്ല ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വലിയ ബുദ്ധിജീവികളായിട്ടുള്ള ആൾക്കാർ, ഈ ഇഴകീറ് സിനിമയെ പരിശോധിക്കുന്ന ആൾക്കാർക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല. അല്ലാതെ എനിക്ക് തോന്നുന്ന ഭൂരിഭാഗം പേർക്കും ഇത് ഇഷ്ടപ്പെടേണ്ടതാണ്. ഒരു നല്ല സെറ്റ്, നല്ല കിടുക്കൻ പക്കാ സെറ്റ് ഓഡിയൻസിൻ്റെ കൊടുത്ത് തിയേറ്ററിൽ കയറിയാൽ ഇത് നല്ല കിടുക്കാച്ചി വൈബി കണ്ടിറങ്ങാം. കൈയടിച്ച് വിസിലടിച്ച് ആർപ്പ് വിളിച്ച് ബഹളം വെച്ച് കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. അങ്ങനെ വലിയ മൊമെൻറ്റുകളൊന്നും ഇല്ലെങ്കിലും വി ഓൾ ഹാവ് ഗോൺ ത്രൂ ദോസ് മൊമെൻറ്റ്സ് വാട്ട് ദേ ആർ ഡെലിവറിങ് ദെയർ. അതുകൊണ്ട് നമുക്കിതെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ചിരി വരും, നമുക്ക് കരച്ചിൽ വരും, നമുക്ക് അമർഷം വരും, ഒക്കെ ഉണ്ടാവും. ആൻഡ് ഓഫ് കോഴ്സ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത പടവുമായി വീണ്ടും കാണാം. ഗുഡ് ബാഡ് അഗ്ലി കാണാൻ പറ്റുമില്ലെന്ന് ഉറപ്പില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. ചിലപ്പോൾ കാണുകയാണെങ്കിൽ റിവ്യൂ ഇടുന്നതായിരിക്കും. താങ്ക് യു.